ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എർത്തനിക് ഹോം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഴയ കുപ്പി കൊണ്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ സോസിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് പശ വേണം. പിന്നെ ആവശ്യമുള്ളത് വൂളൻ ത്രെഡ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫ്ലവർ വേസ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സീക്വൻസ്, അതുപോലെ തന്നെ നമുക്കൊരു സിസർ വേണം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിതുപോലെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഗോൾഡൻ സ്റ്റിക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ നൂല് ചുറ്റി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തായിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. പശ തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നൂല് പ്രോപ്പറായിട്ട് ഇരിക്കില്ല. പശ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വൂളൻ ത്രെഡ് പതുക്കെ അവിടെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കുറച്ച് നേരം പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ഒട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് ഒട്ടുന്നത്. കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഒട്ടി വരും. ഒട്ടി വന്നതിന് ശേഷം പതുക്കെ നമ്മൾ വീണ്ടും താഴേക്ക് അടുപ്പിച്ച് ഈ നൂല് ചുറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ സാധാരണ പശ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അത് ഒട്ടി വരാനായിട്ട്. പക്ഷേ അത് പറഞ്ഞു പോകാത്ത രീതിയിൽ ഒട്ടി നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കുപ്പിയുടെ വാവശമാണ് ഞാൻ ആദ്യം ഒട്ടിച്ചെടുക്കുന്നത്. ചുറ്റി തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പശ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, ഏറ്റവും ലാസ്റ്റത്തെ തുമ്പ്. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലത്തും കൂടെ നമുക്ക് ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കണം. പിന്നെ ഞാൻ കുപ്പിയുടെ ഏറ്റവും താഴ്വശത്തു നിന്നാണ് നൂല് ചുറ്റാൻ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം കുറച്ച് സ്ഥലത്ത് ഞാൻ പശ തേച്ച് കൊടുക്കുകയാണ്. ഫുൾ കുപ്പിയിൽ നമുക്ക് പശ തേക്കണം എന്നില്ല, എവിടെയാണ് തുടങ്ങുന്നത് അവിടെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് പതുക്കെ ടൈറ്റായിട്ട് ചുറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് നൂല് ചുറ്റാൻ പ്രയാസം വരുന്നത് ആ ഭാഗത്ത് മാത്രം കുറച്ച് പശ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചുറ്റി തുടങ്ങുമ്പോൾ ആ ഒരു ഫ്ലോയിലങ്ങ് ചുറ്റിപ്പോയാൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂല് ചുറ്റുമ്പോൾ നൂലുകൾ തമ്മിൽ ചേർന്ന് വേണം ചുറ്റി വരാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ ഇടയ്ക്കൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ, മാക്സിമം ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചെയ്യാം. ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഗ്യാപ്പ് വരികയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആക്കാനൊന്നും പറ്റില്ല.
കുപ്പി കംപ്ലീറ്റ് ഞാൻ വൂളൻ ത്രെഡ് ചുറ്റി കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും നൂല് ചുറ്റാട്ടെ. ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ വേണമെന്നില്ല. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സീക്വൻസും ഈ സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാം. ഈ സീക്വൻസിൽ ഞാൻ കുറച്ച് പശ വെച്ച് ആണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി ഗോൾഡൻ സ്റ്റിക്കേഴ്സിൽ പശ ഉണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ഞാൻ വെച്ച് ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലൊരു ഫ്ലവർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് ഞാനൊരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയതാണ്, അതാണ് ഞാൻ ഈ ബോട്ടിൽ വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു പാറ്റേണിൽ ഞാൻ ഈ വുളൻ ത്രെഡ് ചുറ്റിയതാണ് കുപ്പിയിൽ. ഇതും ഒരു 2 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒന്നാണ്. പക്ഷെ ഇതുവരെ ഒരു കളർ ഫെയ്ഡാവോ ഒന്നും ചെയ്തിട്ടില്ല, ചീത്തയാവോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുകയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.